വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. മോശ ഇസ്രായേൽ ജനതയോട് അവർ കർത്താവിനെ അനുസരിക്കാത്ത ധിക്കാരികളെന്നും കാളക്കുട്ടിയെ വാർത്തെടുത്ത് അതിനെ ആരാധിച്ചവരാണെന്നും അവരുടെ പാപപരിഹാരത്തിനായി കർത്താവിൻ്റെ കോപത്തിൽ നിന്നും മോചനം നേടാൻ മോശ 40 പകലും 40 രാവും കർത്താവിൻ്റെ മുമ്പിൽ പ്രണമിച്ച് കിടന്നതാണെന്നും അവരെ ഓർമ്മിപ്പിച്ചു. അതിനുശേഷം കർത്താവ് മോശയോട് വീണ്ടും 2 കൽപ്പലകകൾ വെട്ടിയെടുത്ത് മലമുകളിലേക്ക് വരാനും ഒരു മരപേടകം നിർമ്മിച്ച് അതിൽ കർത്താവ് തൻ്റെ കയ്യക്ഷരത്താൽ എഴുതിയ കൽപ്പനകൾ നിക്ഷേപിക്കാനും കൽപ്പിച്ചതും അവരെ മനസ്സിലാക്കി കൊടുത്തു. ജനത്തിൻ്റെ സമ്മേളന ദിവസം നിങ്ങളുടെ ദൈവമായ കർത്താവ് മലയിൽ വെച്ച് അഗ്നിയുടെ മധ്യത്തിൽ നിന്ന് നിങ്ങളോട് അരുളി ചെയ്ത 10 പ്രമാണങ്ങളും ആദ്യത്തേതുപോലെ ആ പലകകളിൽ എഴുതി എനിക്ക് തന്നു. പിന്നീട് ഞാൻ മലയിൽ നിന്ന് ഇറങ്ങി വന്ന് ഞാനുണ്ടാക്കിയ പേടകത്തിൽ ആ പലകകൾ നിക്ഷേപിച്ചു. കർത്താവ് എന്നോട് കൽപ്പിച്ചതുപോലെ അവ അതിൽ സൂക്ഷിച്ചിരിക്കുന്നു. നിയമാവർത്തനം 10-ാം അധ്യായം 4-5 തിരുവചനങ്ങൾ. ലേവ്യരെ മറ്റു ഗോത്രങ്ങളിൽ നിന്നും വേർതിരിച്ച് ശുശ്രൂഷയ്ക്കായി നിയോഗിച്ചതും ഇസ്രായേൽ ജനതയോട് അനുസരണം മാത്രമാണ് കർത്താവ് ആവശ്യപ്പെടുന്നതെന്നും മോശ അറിയിച്ചു. ഇസ്രായേലെ, നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളിൽ നിന്ന് ആവശ്യപ്പെടുന്നത് നിങ്ങൾ അവിടുത്തെ ഭയപ്പെടുകയും അവിടുത്തെ മാർഗത്തിൽ ചരിക്കുകയും അവിടുത്തെ സ്നേഹിക്കുകയും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ അവിടുത്തെ സേവിക്കുകയും നിങ്ങളുടെ നന്മയ്ക്കായി ഞാൻ ഇന്ന് നൽകുന്ന കർത്താവിൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും അനുസരിക്കുകയും ചെയ്യുക എന്നല്ലാതെ മറ്റെന്താണ്? അവരോട് ഹൃദയം തുറന്ന് ദുശ്ശാഠ്യക്കാരാവാതെ ദൈവമായ കർത്താവിനോട് ചേർന്ന് നിൽക്കാനും മോശ ഉപദേശിച്ചു. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ദാനങ്ങളും ബലങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.